കോതമംഗലത്ത് കേരളോത്സവം തുടങ്ങി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡിസംബർ 6, 7, 8 തീയതികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ സംഘടിപ്പിക്കുന്ന കേരളോത്സവം കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ തുടങ്ങി. മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് കേരളോത്സവം എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഗ്രാമപഞ്ചായത്ത് മുതൽ മുനിസിപ്പൽ തലം മുതൽ ജില്ലാതലം വരെയുള്ള മത്സരങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന മത്സരം യുവജനക്ഷേമ ബോർഡ് തനതായുമാണ് സംഘടിപ്പിക്കുന്ന രീതിയാണ് ഉള്ളത്. ഇതിന്റെ ഭാഗമായി ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങൾ സ്വാഭാവികമായി നടക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമാണ്. കേരളത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശപൂർവ്വമായി മത്സരങ്ങൾ നടക്കുന്നത് കാണാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ പ്രദേശങ്ങളിലല്ല, പൊതുവെ മധ്യകേരളങ്ങളിലല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. വടക്കൻ കേരളത്തിലേക്ക് പോകാൻ വലിയ ജനപങ്കാളിത്തത്തോടെ വലിയ രൂപത്തിൽ ഒരു നാടിന്റെ തന്നെ ഇളക്കി മറിച്ച ഉത്സവം എന്നെല്ലാമുള്ള അർത്ഥത്തിൽ തന്നെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആയിരക്കണക്കിന് ആളുകളാണ് അതിന്റെ ഉദ്ഘാടന സമാപന ഭാഗങ്ങളിലായിട്ടും വിവിധ മത്സരങ്ങളിലായിട്ടും പങ്കെടുക്കുന്നത്. വളരെ വാശിയോടുകൂടി മത്സരത്തിന് പങ്കെടുക്കുന്ന ഓരോ ഐറ്റത്തിലും പങ്കെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരം മറ്റു ഭാഗങ്ങളിലും കൊല്ലംകാർ ചെന്നാലും കുറേ കേന്ദ്രങ്ങളിൽ നമുക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായി കേരളത്തിൽ നടക്കുന്നത് കാണാം. മുനിസിപ്പൽ ചെയർമാൻ കെ ടോമി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിൻസി തങ്കച്ചൻ, രമ്യ വിനോദ്, അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, വാർഡ് കൌൺസിലർമാരായ എൽദോസ് പോൾ, ലിസി, സിജോ വർഗീസ്, റോസ്ലി ഷിബു, PR ഉണ്ണികൃഷ്ണൻ, മുനിസിപ്പാലിറ്റി ജീവനക്കാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഡിസംബർ 6, 7, 8 തീയതികളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കായിക മത്സരങ്ങൾ ബേസിൽ സ്കൂൾ ഗ്രൗണ്ടിലും കലാമത്സരങ്ങൾ മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിലുമാണ് നടക്കുന്നത്. ഡിസംബർ 8 തീയതി നടക്കുന്ന സമാപന സമ്മേളനത്തിലും സമ്മാന വിതരണത്തിലും ആന്റണി ജോൺ MLA പങ്കെടുക്കും. മീഡിയ സിസ്റ്റിക് കോതമംഗലം.